പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടൈം സ്ക്വയർ വ്ളോഗാണ് കേട്ടോ. ഇന്ന് നമ്മൾ ടൈം സ്ക്വയറിൽ ആണുള്ളത്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എൻഡ് ചെയ്തത് അതായിരുന്നു. നമ്മൾ ഇൻ്റർ കോണ്ടിനെൻ്റൽ ഹോട്ടലിൽ സ്റ്റേ ചെയ്യാണ്. ടൈം സ്ക്വയറിൻ്റെ അടുത്ത് തന്നെയാണ് അത്. അവിടെ സ്റ്റേ ചെയ്യാണ്. നമ്മൾ ചെക്ക് ഇൻ എല്ലാം ചെയ്ത് കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി ഫുഡ് കഴിക്കാനായിട്ട് കേട്ടോ. ഇതൊരു മെമ്മോറിയൽ ഡേ വീക്കെൻഡാണ്, ലോങ് വീക്കെൻഡാണ്. അപ്പം നമ്മൾ നേരത്തെ ടിക്കറ്റ്സ് എല്ലാം ബുക്ക് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴാണ് നമ്മളെ വെതർ കുറേ ചതിച്ചു. അതിൻ്റെ തലേ ദിവസം ഞങ്ങൾ വരുന്നതിൻ്റെ തലേ ദിവസം വരെ നല്ല വെയിലായിരുന്നു. ഇന്ന് പെട്ടെന്ന് എന്തോ 2 ദിവസമായിട്ട് ഭയങ്കര, അതായത് ഇനി 2-3 ദിവസം കൂടെ പ്രഡിക്ഷൻ, നമ്മളിവിടെ ഉള്ള സമയം മുഴുവൻ മഴയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വെതർ കുറച്ച് നമ്മളെ ചതിച്ചിട്ടുണ്ട്. പക്ഷേ വെതർ അധികം നമ്മളെ ചതിക്കാൻ അനുവദിക്കാത്ത വിധത്തിൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ വന്നു, നമ്മളത്തെ കുറച്ച് സമയത്തേക്കാണ് ആ സിറ്റിയിലുള്ളത്. അപ്പം വെതർ നോക്കി മുറിക്കാതിരിക്കാനല്ലല്ലോ നമ്മൾ വന്നത്. നമ്മൾ എക്സ്പ്ലോർ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ച് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ജാക്കറ്റ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കിയപ്പോഴേ അറിയായിരുന്നു നമ്മൾ വെർജീനിയയിൽ നിന്ന് പോകുന്നപ്പോൾ തൊട്ടേ മഴയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിന്ന് ജാപ്പനീസ് ക്യൂസിൻ ട്രൈ ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. നല്ല റേറ്റിംഗ് ഉള്ള ഒരു ബാർബിക്യൂ റെസ്റ്റോറൻ്റ് ആണ്. അതുകൊണ്ട് യാക്കിനുക്കു പാർട്ടി എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ ഓർഡർ ചെയ്തു. ഗ്രില്ല് ചെയ്ത് നമുക്ക് കഴിക്കാം കേട്ടോ. കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത്. അപ്പോൾ പുറത്ത് നല്ല മഴയാണ്, നല്ല വിശപ്പുമുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഓർഡറൊക്കെ എടുത്തു. ഞങ്ങൾ ഒറ്റ സ്ട്രെച്ചിലല്ല കേട്ടോ, ഞങ്ങൾ ഒരു ദിവസം മുമ്പ് വന്നിട്ട് വെർജീനിയ എന്ന് പറഞ്ഞാൽ സ്റ്റേ ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ വന്നത്. അപ്പം നമുക്കിങ്ങനെ ഓരോരോ സാധനങ്ങളായിട്ട് വന്നു തുടങ്ങി. നല്ല ഫുഡായിരുന്നു കേട്ടോ, നല്ല അടിപൊളി ഫുഡായിരുന്നു. ഇവരുടെ സ്പെഷ്യലാണല്ലോ മീസോ സൂപ്പ് എന്ന് പറയുന്നത്. എനിക്ക് പക്ഷേ അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഈ വെജിറ്റബിൾ സാലഡ് ആയിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. എനിക്കൊന്ന് ഞാൻ ആ ബോളിൻ്റെ 2 ബോളുണ്ട്, അതിനകത്ത് ബുക്ക ബോൾ ഞാനാണ് കഴിച്ചോട്ടോ. അത്രയ്ക്ക് നല്ലതായിരുന്നു. പിന്നെ അതിരിക്കുന്നുണ്ട്, അത് നമ്മുടെ ഗ്രീൻ പീസ് പോലത്തെ ഒരു സാധനം കേട്ടോ, അതും ഭയങ്കര നല്ലതായിരുന്നു. പിന്നെ സുഷി, ഷ്രിംപ്, പോർക്ക്, ബീഫ്, ചിക്കൻ എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം നമ്മൾ ഗ്രില്ല് ചെയ്ത് നല്ല ടേസ്റ്റി ആയിട്ട് കഴിച്ചു. അവരത് മിക്സ് ചെയ്ത് തരും, നൂഡിൽസ് എല്ലാം. അതൊക്കെ ഭയങ്കര നല്ല മിക്സിങ്ങും നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ. സുഷി ഞാൻ ഇവിടെയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ വന്ന് ട്രൈ ചെയ്തത് വെറൈറ്റി ആയിരുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. ചിലത് മാത്രം അതിനകത്തെ പോർക്ക് എന്തോ ഒരു സാധനം എനിക്ക് ഇഷ്ടപ്പെടാതെ പോയി. ബാക്കിയെല്ലാം നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ ഏത് ഡ്രിങ്ക്സ് ഓർഡർ ചെയ്താലും, ഫിസ്സുള്ള ഡ്രിങ്ക്സ് ആണെങ്കിലും നോർമൽ ഡ്രിങ്ക് ആണെങ്കിലും ഇപ്പോൾ ഐസ് ടീ ഓർഡർ ചെയ്താൽ ഒന്നിനകത്തും മധുരമില്ല കേട്ടോ. നമ്മൾ 0 ഷുഗർ ഇട്ടാണ് അവർ തരുന്നത്. നമ്മളൊരു ലോ, മീഡിയം, ഹൈ അങ്ങനെ മീഡിയത്തിൽ ഷുഗർ വാങ്ങിച്ചാൽ പോലും ഒരു ഡ്രിങ്ക്സിനും മധുരമില്ല കേട്ടോ. ഇവിടെ വന്നിട്ട് എനിക്ക് ഇച്ചിരിയെങ്കിലും നമുക്ക് മധുരമായിട്ട് കിട്ടിയത് നമ്മുടെ ലെമണേഡാണ്. എനിക്ക് നമ്മുടെ നാട്ടിലെ ഈ എയറേറ്റഡ് ഡ്രിങ്ക്സ് കുടിക്കുമ്പോൾ അതിനകത്തൊരു സ്വീറ്റ് ഉണ്ടല്ലോ, സ്വീറ്റ് ടേസ്റ്റ് ഉണ്ടല്ലോ. ഇപ്പം മനസ്സിലായി നമ്മുടെ നാട്ടിൽ കുറച്ച് സ്വീറ്റ് കൂടുതലാണ് കേട്ടോ. ആ ഡ്രിങ്ക്സിനൊന്നും ഇവിടെ 0 മധുരമാണ് കേട്ടോ, മധുരമില്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ ടേസ്റ്റ് ബഡിന് അത് സൂട്ട് ചെയ്യുന്നേ ഉണ്ടായിരുന്നില്ല. ഞാനതുകൊണ്ട് ലെമണേഡ് അങ്ങനെ കുറേ ഡ്രിങ്ക്സ് വാങ്ങിച്ച് ട്രൈ ചെയ്ത് അറ്റ് ലാസ്റ്റ് ലെമണേഡിന് നമുക്ക് നാട്ടിലെ ഒരു ഡ്രിങ്കിൻ്റെ സ്വാദ് വരുന്നുണ്ട്. അതുകൊണ്ട് കഴിക്കാൻ പോകുമ്പോഴൊക്കെ നമ്മുടെ സോഡ, നാരങ്ങ വെള്ളം ആ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ലെമണേഡാണ് ഓർഡർ ചെയ്തത്. നമ്മളിങ്ങനെ ഗ്രില്ല് ചെയ്ത് നമ്മൾ ഫാമിലി ടൈം നന്നായിട്ട് സ്പെൻഡ് ചെയ്ത് സംസാരിച്ചിരുന്ന് പതുക്കെ ഒരു നല്ല ഡീറ്റെയിൽ ആയിട്ടൊരു ലഞ്ചോ ഡിന്നറോ അങ്ങനെ പറയാം, ഒരു 5 മണി സമയം കഴിഞ്ഞല്ലോ. അപ്പോൾ ഹെവി ആയിട്ട് കഴിച്ചു. പിന്നെ നമുക്ക് ഡിന്നർ കഴിക്കേണ്ടി വരത്തില്ല, നമ്മളിങ്ങനെ കഴിച്ചിട്ട് നമ്മൾ ടൈം സ്ക്വയറിൽ കൂടെ നടക്കാമെന്നുള്ള പ്ലാനിലാണ് കേട്ടോ. ഇത് കണ്ട് അവരിത് വന്ന് മിക്സ് ചെയ്ത് തരും കേട്ടോ. ഇത് മിക്സിങ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ നാട്ടിൽ കഴിക്കുന്ന സ്പെഗറ്റി പോലെ അല്ല കേട്ടോ, ഇത് നല്ല ടേസ്റ്റായിരുന്നു. അതൊക്കെ കഴിച്ചു. ഫുഡെന്ന് പറയുന്നത് നമ്മൾ അപ്പോൾ ഞങ്ങൾ സിറ്റിയിൽ ഇറങ്ങിയിട്ട് ആദ്യം കഴിക്കുന്ന ഫുഡാണ് കേട്ടോ. ആ ഫുഡിൻ്റെ റിവ്യൂ ചതിച്ചില്ല, അടിപൊളിയായിരുന്നു. നല്ല ഇത് 4.9 4.8 റിവ്യൂ ഉള്ള റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. നല്ല കുറച്ച് കത്തിയാണ്, പക്ഷെ നമ്മുടെ ന്യൂയോർക്കിൽ എല്ലാം കുറച്ച് എക്സ്പെൻസീവ് സൈഡിലോട്ടാണ് മറ്റ് സിറ്റീസിനെ വെച്ചിട്ട്. ടൂറിസ്റ്റ് പ്ലേസുമാണ്. പിന്നെ ന്യൂയോർക്കല്ലേ സ്ഥലം, ഏറ്റവും ഹാപ്പനിങ് ആയിട്ടുള്ള പ്ലേസ്. കുറച്ച് എക്സ്പെൻസീവ് സൈഡിലോട്ടാണ്, പക്ഷേ ഫുഡ് നമ്മളെ നിരാശപ്പെടുത്തിയിട്ടില്ല. ആ ഹൈപ്പിന് ഉള്ള വർത്തുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നല്ല പതുക്കെ ഇരുന്ന് ഫുഡ് കഴിച്ചു. പിന്നെ അതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ജാപ്പനീസ് ഫുഡ് ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് ആർക്കെങ്കിലും അറിയണമെങ്കിൽ ഞാൻ നോക്കിയിട്ട് ടാഗ് ചെയ്തേക്കാം. അപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു. ഇനി നമ്മൾ മഴയാണ് കേട്ടോ, ഇപ്പോഴും പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ നമ്മൾ മഴ മൈൻഡ് ചെയ്തില്ല. നമ്മൾ ടൈം സ്ക്വയർ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ടയേർഡായാലോ, അത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങേണ്ട, നാളെ രാവിലെ നമുക്ക് പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ പോകാം. അപ്പോൾ ഇവിടുത്തെ ഞാൻ പറഞ്ഞല്ലോ വെതർ പ്രഡിക്ഷൻ കറക്റ്റാണ് കേട്ടോ. മഴയെന്ന് പറഞ്ഞാൽ 12 മണി വരെ മഴയാണ്, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് 12 തൊട്ട് 2 വരെ മഴയില്ല, അങ്ങനെ പറഞ്ഞാൽ അത് കറക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ പിറ്റേ ദിവസം നമുക്ക് സങ്കടം വരുന്ന രീതിയിൽ മഴ തന്നെയാണ്. 70% റെയിൻ, 50% റെയിൻ, അങ്ങനെ ഒരു അരമണിക്കൂറൊക്കെ റെയിൻ ഇല്ലാതിരിക്കുന്നു. അതൊക്കെ ഉള്ളൂ കേട്ടോ. ഫുൾ ടൈം മഴ തന്നെയാണ്. അപ്പം നമ്മുടെ മനസ്സിനെ നമ്മൾ പ്രിപ്പയർ ആക്കുമല്ലോ. മഴയാണെങ്കിലും നമ്മൾ കറങ്ങാൻ വന്നതാണ്, കറങ്ങിയിട്ട് തന്നെ പോകും.
ഞാൻ പറയാമല്ലോ, എനിക്ക് ന്യൂയോർക്ക് സിറ്റി ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ എന്നെപ്പോലെയുള്ള ഒരു ഇന്ത്യൻ, എൻ്റെ പ്രായത്തിലുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ തന്നെ കരൺ ജോഹർ നമ്മളെ വല്ലാതെ അതായത് നമ്മളെ വല്ലാതെ ന്യൂയോർക്ക് സിറ്റിയോടൊരടുപ്പം നമുക്ക് തോന്നുന്ന വിധത്തിലുള്ള കുറേ മൂവീസ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. നമ്മളുടെ ആ പ്രൈം ഏജിലൊക്കെ നമ്മൾ കണ്ട നല്ല നല്ല മൂവീസില്ലേ, കൽ ഹോ നാ ഹോ, കബി അൽവിദ നാ കഹന, അതൊക്കെ മാൻഹട്ടൻ, അതുപോലെ ഈ ബ്രൂക്ലിൻ ബ്രിഡ്ജ്, കലോനയ്ക്കത്തെ പാട്ട്, അതൊക്കെ നമുക്കൊരു ഓർമ്മ വരും കേട്ടോ. ആസ് ആൻ ഇന്ത്യൻ നമ്മൾ ഇവിടെ വന്ന് കഴിയുമ്പം നമുക്ക് ആ മൂവീസ് നമുക്കൊരു ഗ്ലിംസ് പോലെ നമ്മുടെ മൈൻഡിൽ കൂടെ ഇങ്ങനെ പോകും കേട്ടോ. അതുകൊണ്ട് അത് നമുക്ക് ആ ഒരു വൈബ് വേറെ കിട്ടും. എനിക്ക് തോന്നുന്നു അതിവിടെ വരുന്ന മിക്കവർക്കും നമ്മുടെ ആ പാട്ടിനോടും ബോളിവുഡ് ഫിലിംസിനോടും ഇഷ്ടമുള്ള, ഞങ്ങളുടെയൊക്കെ സമയത്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഹോളിവുഡ് മൂവീസൊക്കെ കാണുന്നില്ല, നമ്മളെല്ലാം ബോളിവുഡിലാണെന്നൊക്കെ ക്രേസ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ മൂവീസൊക്കെ കാണുമ്പം സ്വിറ്റ്സർലൻഡ് കാണുന്നു, അല്ലെങ്കിൽ നമ്മൾ അന്നൊന്നും ഇത്രയും ട്രാവൽ ആളുകൾ ചെയ്തില്ല. കസിൻസൊക്കെ എനിക്ക് അന്നും യു എസിലൊക്കെ ഉണ്ട്, അവർ വരുമ്പോഴൊക്കെ പറയുന്നു, അതൊക്കെ അറിയാം. പക്ഷേ എന്നാലും ന്യൂയോർക്ക് സിറ്റി അന്നൊക്കെ നമുക്ക് ഭയങ്കര ഒരു വൈബ് തന്ന ഒരു സിറ്റിയാണ് കേട്ടോ. അപ്പോൾ അത് നേരിട്ട് കാണാൻ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് അവിടെ വന്നിറങ്ങിയപ്പോൾ തൊട്ടേ എനിക്കുണ്ട്. പിന്നെ എന്നെപ്പോലെ എനിക്ക് സിറ്റി വൈബ്സ് ഭയങ്കര ഇഷ്ടം. ചിലർക്ക് ഇങ്ങനെ ഭയങ്കര കാമാൻ ക്വയറ്റായിട്ടുള്ള സ്ഥലങ്ങളല്ല ഇഷ്ടം. എനിക്ക് സിറ്റി ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ സിറ്റി കൂടെ നടക്കാനായിട്ട്. അതുകൊണ്ട് അങ്ങനെ എനിക്ക് ന്യൂയോർക്ക് സിറ്റി കൂടെ വന്നപ്പോഴത്തേനും ഐ വാസ് ഫീലിംഗ് ദാറ്റ് കരൺ ജോഹർ വാസ് നോട്ട് ലൈങ് അബൌട്ട് ദാറ്റ്. അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഏതായാലും കഴിച്ച് നല്ല അടിപൊളി ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി നടക്കാൻ തന്നെ തീരുമാനിച്ചു. ടൈം സ്ക്വയറിൽ പോയി നമുക്ക് റീൽസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് പോയതാട്ടോ. പക്ഷേ ഈ മഴയത്ത് റീലൊന്നും എടുക്കാൻ പറ്റില്ല. പക്ഷേ എന്നാലും കുറേ നല്ല ഫോട്ടോസ് എങ്ങനെയെങ്കിലും നമ്മൾ അവിടെ വെച്ച് പക്ഷേ ഫോട്ടോ എടുക്കുമ്പം ഈ ലൈറ്റ്സ് ഇങ്ങനെ മാറി മാറി വരുന്ന കാരണം ഒരു കുറച്ച് ഡള്ളായിട്ടാണ് കേട്ടോ ഫോട്ടോസ് കിട്ടുന്നത്. പിന്നെ എന്നാലും അവിടെ നിന്നെടുക്കുമ്പോൾ അതിൻ്റേതായൊരു രസമുണ്ട്. പകലെടുക്കുന്നതിലും പക്ഷേ പകൽ കാണുന്നതിനും ഭംഗി നമുക്ക് രാത്രി കാണാനായിട്ടുണ്ട്. കാരണം ഇതിൻ്റെയൊക്കെ ഈ ഭംഗി കാണുമ്പോൾ ഒരു വൈകുന്നേര സമയം നല്ല രസമാണ്. ഒരു 5 മണി തൊട്ട് നിങ്ങളൊരു 11 മണി വരെ അവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ബെസ്റ്റ് ടൈമാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ തിരക്കിന് ഒരിക്കലും കുറവുണ്ടാവുമെന്ന് വിചാരിക്കേണ്ട. എന്ത് മഴയാണെങ്കിലും ഇതിപ്പോൾ വീക്കെൻഡ് ഞാൻ പറഞ്ഞു, ലോങ് വീക്കെൻഡും കൂടെ ആയതുകൊണ്ട് ഭയങ്കര മീൻസ് റഷ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു ഏജിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വ്ളോഗ് എടുത്തിട്ടുണ്ട്. ഇവിടെ മാത്രമാണ് കേട്ടോ ഈ യെല്ലോ ക്യാബ്സ് ഉള്ളത്. ന്യൂയോർക്ക് സിറ്റിയിൽ മാത്രമുള്ളതാണ് ഈ യെല്ലോ ക്യാബ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളിവിടെ യൂബറൊക്കെ വിളിക്കുമ്പോൾ വരുന്നത് ടെസ്ലയൊക്കെയാണ് കേട്ടോ. അടിപൊളിയാണ് ഇവിടുത്തെ വെഹിക്കിൾ. കുറച്ച് റാഷ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ആണെന്ന് എനിക്ക് തോന്നി, പക്ഷേ അടിപൊളിയാണ്. മെട്രോ എടുക്കാതെ നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ മെട്രോ അത്ര ഒരു കുറേ ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാരും കുറേ വേറെ ഒരു അതത്ര ഒരു രസമായിട്ട് തോന്നില്ല. പിന്നെ അതുകൊണ്ട് നമ്മൾ മെട്രോ ഒന്നും എടുത്തില്ല. എപ്പോഴും നമ്മൾ യൂബർ തന്നെയാണ് കേട്ടോ എടുത്തത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എല്ലാം കുറച്ച് കത്തിയാണ്, എക്സ്പെൻസീവ് സൈഡിലോട്ടാണ്. യൂബർ എടുത്താലും നമ്മൾ ഷിക്കാഗോയിലൊക്കെ എടുക്കുന്നതിലും ചാർജസ് ഇവിടെ കുറച്ച് അപ്പാണ്. പിന്നെ സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ ഏറ്റവും നല്ല സ്ഥലമാണ്. പിന്നെ വലിയ ബ്രാൻഡ്സിനുള്ള ഏത് ബ്രാൻഡും ഇവിടെ കാണും. യു നെയിം ഇറ്റ് വി ഹാവ് ഇറ്റ്. ആ ഒരു പോളിസിയാണ് കേട്ടോ. എല്ലാം ഉണ്ട്. നമുക്ക് പ്രാഡ, നമ്മുടെ ലൂയി വിറ്റോൺ, അങ്ങനെ എല്ലാ ലക്ഷറി ബ്രാൻഡ്സും ഇവിടെ ഉണ്ടല്ലോ. വാങ്ങിക്കേണ്ടവർക്ക് വാങ്ങിക്കാം. ലൂയി വിറ്റോണിൻ്റെ ഷോറൂമൊക്കെ നമ്മൾ കണ്ടു. ബാഗൊന്നും വാങ്ങിച്ചില്ല. പിന്നെ ഇതിൻ്റെയൊക്കെ സെക്കൻഡ് ഹാൻഡൊക്കെ ഇങ്ങനെ വഴിയിലൊക്കെ ഇങ്ങനെ സ്ട്രീറ്റ് ആയിട്ട്, അതായത് കണ്ട ഒറിജിനലാണെന്ന് തോന്നുന്ന വിധത്തിലുള്ള കുറേ ഡ്യൂപ്ലിക്കേറ്റ്സ് ഉള്ള മീൻസ് സ്ട്രീറ്റിലും ഒക്കെ കണ്ടു കേട്ടോ. പക്ഷെ നമ്മൾ ഒറിജിനൽ യൂസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും. പക്ഷേ എന്നാലും ഒറ്റ നോട്ടത്തിൽ അതുപോലൊക്കെ തന്നെ ഇരിക്കുന്നു കേട്ടോ. അങ്ങനെ കുറേ കണ്ടു. സ്ട്രീറ്റ് ഷോപ്പിംഗ് ചെയ്യേണ്ടവർക്ക് ചെയ്യാം. പിന്നെ ടൈം സ്ക്വയറിൻ്റെ തന്നെ അവിടെ അടുത്താണ് അടുത്തല്ല, അതിൻ്റെ മുകളിൽ തന്നെ M&Mൻ്റെ ഒരു ഔട്ട്ലെറ്റ് പോലെ, അതായത് ഫാക്ടറി പോലെ, അതിനകത്തെല്ലാം ഉണ്ട്. അവിടെ ഞങ്ങൾ കയറി. ഇത് അവിടെ നിന്ന് നമ്മുടെ ബിൽ ബോർഡിൻ്റെ അവിടെയൊക്കെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. കുറേ ഫോട്ടോസും കുറേ വീഡിയോസും പിന്നെ മോളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ കുറേ ഫോട്ടോസും പിന്നെ നമ്മുടെ ഷുഗർ ക്യാൻഡി വാങ്ങിച്ച് കഴിക്കുക. അങ്ങനെ സ്ട്രീറ്റ് ഫുഡ് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം കേട്ടോ. പക്ഷെ നമ്മൾ ഇത്ര റെസ്റ്റോറൻറ്റിൽ നിന്ന് നല്ലതായിട്ട് ഫുഡ് കഴിച്ചോട്ട് അത്ര സ്ട്രീറ്റ് ഫുഡിനായിട്ടൊന്നും പോയില്ല. പക്ഷേ കുറേ ഫോട്ടോസൊക്കെ അങ്ങനെ ഞങ്ങൾ എടുത്തു കേട്ടോ. ഗോപുവിന് മഴയായിട്ടൊരു മൂഡ് ഓഫ് ആയിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോയൊക്കെ നമ്മൾ ഡ്രസ്സൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടൊക്കെ പോകത്തില്ലേ, നമ്മളവിടെ പോകുമ്പോൾ ഇതിടും. പക്ഷേ അതൊന്നും നടക്കത്തില്ല. കാരണം നല്ല തണുപ്പും നല്ല മഴയും. എന്നിട്ട് പോലും ഞങ്ങൾ ചിലപ്പോൾ ചില സ്ഥലത്തൊക്കെ ഞങ്ങളിങ്ങനെ ഡ്രസ്സ് കോട്ടൊന്ന് മാറ്റിയിട്ടിട്ട് ഒരു ഫോട്ടോ എടുത്താൽ നല്ല തണുത്ത് വിറയ്ക്കാട്ടോ. അതുപോലെ തന്നെ മഴ ഇങ്ങനെ പെയ്യുന്ന കാരണം മുടിയെല്ലാം കൂടെ മഴ ഒളിച്ച് വരുന്നില്ല. അത്രയ്ക്ക് പനി വരുമെന്ന് പോലും പേടിയായിരുന്നു കേട്ടോ. ദൈവം അനുഗ്രഹിച്ച് പനിയൊന്നും ഇല്ലായിരുന്നു.
അവിടുന്ന് ഞങ്ങൾ ഇവിടുന്ന് 2 കുട കൊണ്ട് അവിടുന്ന് ഞങ്ങൾ കുട വാങ്ങിച്ചു കേട്ടോ. ആ കുട അവിടുന്ന് വാങ്ങിച്ചു. ഏതോ ഈ $18 $20 അങ്ങനെ 2 കുട വാങ്ങിച്ചു. അവിടുന്ന് പോരുന്നതിന് മുമ്പ് ആ കുട പോവുകയും ചെയ്തു കേട്ടോ. ഇത് ഞങ്ങൾ M&Mൻ്റെ അതിനകത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. ഞാൻ ചോക്ലേറ്റ്സ് ഒന്നും വാങ്ങിക്കുന്നത്, നമുക്കിപ്പോൾ പിള്ളേരൊന്നുമില്ല ചോക്ലേറ്റ് വാങ്ങിയിട്ട്. ഇവർക്കും അത് വലിയ ക്രേസ് ഇല്ല കേട്ടോ. നമ്മുടെ ജെംസ് പോലെ തന്നെ നമുക്ക് തന്നെ അവിടുന്ന് അത് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അതിങ്ങനെ കണ്ട് 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 പോവുകയാണെ. ഞാൻ കുടയുടെ കാര്യം പറഞ്ഞില്ല, 2 കുട നമ്മൾ വാങ്ങിച്ചു. ആ കുട അവിടുന്ന്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും വയ്ക്കുമ്പോഴത്തേക്ക് വളഞ്ഞു പോകുന്ന കുട, അങ്ങനെ കേട്ടോ. ഐ ലവ് ന്യൂയോർക്ക് എന്ന് എഴുതിയൊരു കുടയൊക്കെ വാങ്ങിച്ചായിരുന്നു. ഇത് കണ്ട നല്ല ക്യൂട്ടല്ല കുട്ടി കുട്ടി നമ്മുടെ ചെരുപ്പ് പോലത്തെ സാധനമൊക്കെയാണ് കേട്ടോ. നമുക്ക് പിള്ളേർ കൊച്ചാണെങ്കിൽ ഒത്തിരി സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും അല്ലേ. എവിടെ നമ്മൾ പോയാലും നമുക്കതാണ്. പിള്ളേർ കുഞ്ഞാണെങ്കിൽ അവർക്ക് ഒത്തിരി സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനുണ്ടാവും. നമുക്കിപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങളൊന്നും വാങ്ങിക്കില്ല. ഇവർക്ക് ആർക്കും ജെംസിനോടൊന്നും വലിയ, അതായത് M&Mസിനോടൊന്നും വലിയ ക്രേവിങ്ങും ഇല്ല കേട്ടോ. അവരൊന്നും അവർക്ക് ആ ക്രേസ് ഇല്ല, വാങ്ങിക്കണമെന്നൊന്നും പറഞ്ഞില്ല, വാങ്ങിച്ചില്ല കേട്ടോ. അവിടെ നമുക്ക് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്തൊക്കെ എടുക്കാം. കണ്ടോ M&Mൻ്റെ ചോക്ലേറ്റ്സ്. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളൊക്കെ കൊച്ചായിരിക്കുമ്പം നമ്മുടെ കസിൻസൊക്കെ US നിന്ന് വരുമ്പോഴായിരുന്നു ഇത് കൊണ്ടുവന്നത്. അങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ട് M&Mൻ്റെ ചോക്ലേറ്റ്സ് ഒക്കെ കഴിച്ചിരിക്കുന്നത്. ഇപ്പോഴല്ല അത് ഇന്ത്യയിലൊക്കെ ഇത്രയും കോമൺ ആയത്. ഇപ്പം നമുക്ക് പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ ഇവിടെ എന്ത് സാധനം കണ്ടാലും ഇപ്പം നമുക്ക് മാക്സിമം, പിന്നെ ക്വാളിറ്റിയിൽ കുറച്ച് വ്യത്യാസം ഉണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും ഇന്ത്യയിൽ കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കിറ്റ് കാറ്റിൻ്റെ ആണെങ്കിലും സ്നിക്കേഴ്സ് ആണെങ്കിലും. പണ്ടൊക്കെ നമ്മൾ ഫോറിനിൽ നിന്ന് വരുമ്പോഴാണല്ലോ ഭയങ്കര നല്ല 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 ചോക്ലേറ്റ്സ് ഒക്കെ കൊണ്ടുവരുന്നത്. ഇപ്പോൾ അതൊക്കെ നമുക്ക് ഇന്ത്യയിൽ കിട്ടും, പക്ഷേ ക്വാളിറ്റിയിൽ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ കിറ്റ് കാറ്റ് ഇവിടുന്ന് കഴിച്ചോ, US വന്നിട്ട് കഴിച്ചോ, അല്ലെങ്കിൽ ദുബായ് പോയിട്ട് കഴിച്ചോ, പിന്നെ ഇന്ത്യയിൽ നിന്ന് കഴിച്ചോ, പല വ്യത്യാസമുണ്ട്. ഈവൻ ലേസ് എല്ലാത്തിനും കുറച്ച് ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഇന്ത്യയിൽ കിട്ടുന്ന ടേസ്റ്റും നമ്മൾ വെളിയിൽ നിന്ന് കഴിക്കുന്ന ടേസ്റ്റും തമ്മിൽ നല്ല ഒത്തൻറ്റിക് ചോക്ലേറ്റ്സ് കിട്ടണമെങ്കിൽ നമ്മൾ വെളിയിലൊക്കെ തന്നെ വരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്നിക്കേഴ്സൊക്കെ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഇവിടുന്ന് കഴിച്ചിട്ട്. ഐസ്ക്രീംസ് ആണെങ്കിലും ബാസ്കിൻ റോബിൻസിൻ്റെ ഐസ്ക്രീം നമ്മുടെ നാട്ടിലും ഉണ്ടല്ലോ, പക്ഷേ ഇവിടുന്ന് നല്ല ഡിഫറൻസ് ഉണ്ട്. കണ്ടോ, ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ കുപ്പിക്കകത്ത് നമുക്ക് തന്നെ അതിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. പല കളറ് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അവിടെ പുഷ് ചെയ്യുമ്പോൾ അതിങ്ങനെ വരും, നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന കേട്ടോ. അങ്ങനെ ഇതിലൊക്കെ കയറി അതിലെ കുറേ നേരമൊക്കെ നടത്തി. ഇവരുടെ M&Mൻ്റെ അതിനകത്തോടെ വെളിയിലോട്ട് നോക്കുമ്പോൾ നമ്മൾ നല്ലൊരു ടൈം സ്ക്വയർ കാണാം. നമ്മൾ മോളിൽ നിന്നിങ്ങനെ ടൈം സ്ക്വയർ കാണുന്ന പോലെ ഇരിക്കും കേട്ടോ. അവിടെ നമുക്ക് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് കുറേ സ്ഥലങ്ങളുണ്ട്. അവിടെ ഫോട്ടോ എടുത്തുകൊണ്ട് ആൾക്കാർ നടപ്പുണ്ട്. നമ്മുടെ താജ്മഹലിലൊക്കെ നടക്കുന്ന പോലെ ആൾക്കാർ നടക്കുന്നുണ്ട്. $180 എന്തോ ആണ് കേട്ടോ ഫോട്ടോ. ഓരോ സൈസിലും പല സൈസിലും പല, പിന്നെ ഒത്തിരി കാരിക്കേച്ചേഴ്സ് വരച്ചു കൊടുക്കുന്ന ആൾക്കാർ അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ കുറേ നമ്മൾ ഒരു സ്ട്രീറ്റിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ മോളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. M&Mനകത്ത് നോക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അകത്തൂടെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ നടക്കും. ഇപ്പോൾ ഒരു സമയം ഒരു 10:30 ആയിട്ടുണ്ട്. അതായത് പക്ഷേ ഇവിടെ ഏറ്റവും വലിയ കുഴപ്പം നൈറ്റ് ലൈഫ് കുറവാണ് കേട്ടോ. അതായത് 8 മണി റെസ്റ്റോറൻറ്റൊക്കെ 8 മണി, റെസ്റ്റോറൻ്റ് അല്ല നമ്മുടെ കടകളിൽ. ഞങ്ങൾ സെഫോറയിൽ പോയി, അവർ 8 മണിയായപ്പോൾ അത് ക്ലോസ് ചെയ്യാൻ പോന്നു. സെഫോറ, ലൂയി വിട്ടൺ അതൊക്കെ 8 മണിക്ക് ക്ലോസ് ചെയ്യും കേട്ടോ. അത് 4 മിനിറ്റ് ഉള്ളപ്പോൾ നമ്മൾ കയറിയപ്പോൾ പറഞ്ഞു 4 മിനിറ്റ്സേ ഉള്ളൂ, അതിനകം ക്ലോസ് ചെയ്യുന്നു. കറക്റ്റ് 8 ആകുമ്പോൾ ക്ലോസ് ചെയ്യുകയും ചെയ്യും. ഇത് കണ്ട് നമ്മുടെ കളറിൻ്റെ അനുസരിച്ച് നമ്മുടെ മൂഡ് പറയും കേട്ടോ. അങ്ങനെ എല്ലാവരും നമ്മളവിടെ സ്കാൻ ചെയ്ത് നമ്മളവിടെ കയറി നിൽക്കുമ്പോൾ ഏത് കളറാണ് നമ്മുടെ അപ്പോഴത്തെ മൂഡ് പറയും. M&M അവിടെ പിള്ളേരൊക്കെ അത് ട്രൈ ചെയ്യാണ് കേട്ടോ. അപ്പോൾ അവൾ ജാക്കറ്റ് എടുക്കാനായിട്ട് മറന്നുപോയി. അപ്പോൾ പിന്നെ എൻ്റെ ജാക്കറ്റാണ് ഇട്ടിരിക്കുന്നത്, കുറച്ച് വലുതാണ്. അതിട്ടുണ്ടാണ് ഫുൾ നടന്നത്. അങ്ങനെ അവിടുന്ന് ഇറങ്ങി ആ M&Mൻ്റെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ കുറച്ചും കൂടെ ഇങ്ങനെ നടന്നു കേട്ടോ. ഞാൻ പറയാൻ വന്ന കാര്യം അത്, നമ്മൾ മുംബൈയിലും ഡൽഹിയിലും ഒക്കെ ഉള്ള ഒരു നൈറ്റ് ലൈഫ് ഇവിടെ ഇല്ല കേട്ടോ. സ്ട്രീറ്റ് ഫുഡ് നമുക്ക് കിട്ടും എപ്പോൾ വേണമെങ്കിലും. നമ്മളിവിടെ വന്നപ്പോൾ ബോബ ടീ ട്രൈ ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. കഴിച്ചൊക്കെ കഴിഞ്ഞ് ഇത്ര നടന്നപ്പം ഒരു ബോബ ടീ കുടിക്കാനായിട്ട് തോന്നി കേട്ടോ. ഞാൻ ഞാനന്ന് ഷാമ്പെയിനിൽ കുടിച്ച് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ വന്നിട്ട് ഇത് കുടിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിനകത്ത് ഇവരെല്ലാവരും മീഡിയം സ്വീറ്റ്, അത് നമുക്ക് സ്വീറ്റ് സെലക്ട് ചെയ്യാം നമുക്ക് എത്ര വേണം. ഞാൻ നമ്മുടെ മീഡിയം ഹൈ ആണ് കേട്ടോ സെലക്ട് ചെയ്തത്. അപ്പോഴാണ് ഏകദേശം എനിക്കൊരു മധുരം കിട്ടിയത്. അങ്ങനെ ഞാൻ അത് മാംഗോ അപ്പം നമ്മൾ അതിനകത്തിരുന്ന ബോബ ഇല്ലേ, അതായത് ആ ഗ്രാന്യൂൾസ്, അത് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഞാൻ കോക്കനട്ടിൻ്റെ ആണെന്നൊന്ന് സെലക്ട് ചെയ്ത് കേട്ടോ. നല്ലതായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം നമ്മുടെ ബോബ ടീ അടിപൊളിയായിരുന്നു, കൊള്ളായിരുന്നു. അവിടെ വെച്ച് ഞാൻ മാച്ചയാണ് കുടിച്ചത്, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മാച്ച ബോബ ടീ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇവരൊക്കെ മാച്ചയുടെ ഫാൻസാണ് കേട്ടോ. ഞാൻ മാച്ച കുടിച്ചില്ല, ഞാൻ വാനിലയാണ് കുടിച്ചത്. ഇപ്രാവശ്യം നല്ലതായിരുന്നു. അപ്പോൾ അങ്ങനെ അത് ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഡൽഹിയിലും മുംബൈയിലും ഒക്കെ നൈറ്റ് ലൈഫ് എത്രയുണ്ടല്ലേ. നമുക്ക് ഏത് കടകളിൽ കയറിയാലും ഒക്കെ അത് സെയിൽസ്. നമ്മുടെ ഈവൻ കാൺപൂർ പോലും 10 മണി വരെയൊക്കെ ഏത് കടയിൽ നമുക്ക് ഇങ്ങനെ ക്ലോത്ത് വാങ്ങിക്കുന്ന ഷോപ്പായാലും നമ്മളെ കോസ്മെറ്റിക്സ് ആണെങ്കിലും സമ്മറിലൊക്കെ ഒരു 10 മണി 9:30 വരെയൊക്കെ സുഖമായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാം. ഇവിടെ നമ്മൾ കയറി ഒരു സാധനം വാങ്ങിക്കാനായിട്ട് പോകുമ്പോഴത്തേനും 8 മണിക്ക് സെഫോറയിൽ ഞങ്ങളൊന്ന് കയറി. എനിക്ക് സ്കിൻ കെയർ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. കാരണം ചിലതൊക്കെ സെഫോറയിൽ മാത്രം കിട്ടുന്നു. നമുക്ക് സെഫോറ വരണമെങ്കിൽ നമുക്ക് ഇവിടെ ദുബായിലൊക്കെ ഉള്ളൂ, അല്ലാതെ ഇന്ത്യയിൽ എവിടെയാണ് സെഫോറ ഉള്ളത് എനിക്കറിയത്തില്ല കേട്ടോ.
അപ്പോൾ അത് നോക്കാൻ പോലും സമയം കിട്ടില്ല. നമ്മൾ ലേറ്റായിപ്പോയി, 8 മണിക്ക് അവരുടെ ക്ലോസിങ് ടൈമാണെന്ന് പറഞ്ഞു. മോളാണ് കയറിയത് സാനിറ്റൈസർ വാങ്ങിക്കണത്. അപ്പോൾ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. ലിപ്സ്റ്റിക്കൊക്കെ നമുക്ക് ഇവിടെ കിട്ടാത്ത കുറേ ലിപ്സ്റ്റിക്കൊക്കെ സെഫോറയിൽ കിട്ടും. അതൊന്നും പറ്റിയില്ല കേട്ടോ എനിക്ക്. മീൻസ് ഞങ്ങൾ കയറി അതങ്ങ് അടച്ചു. അങ്ങനെ അതുപോലെ തന്നെ ലൂയി വിട്ടോൻ്റെ അവിടെ ഒരു ഭയങ്കര ബാഗിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അവിടെ സ്റ്റോറൊന്ന് കാണാമെന്ന് വെച്ചാൽ അവിടെ വരച്ച് അതിൻ്റെയും ക്ലോസിങ് ടൈമായിരുന്നു. അതൊരു പ്രശ്നമാണ് കേട്ടോ. 8 മണിയാകുമ്പോഴത്തേനും എല്ലാം അങ്ങോട്ട് അടയ്ക്കും. പിന്നെ ഇവിടെ എല്ലായിടത്തും 7-Eleven ഷോപ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് വെള്ളമൊക്കെ വാങ്ങിക്കണം. ഇപ്പം നമ്മുടെ ഹോട്ടൽ, ഏത് ഹോട്ടലാണെങ്കിലും വെള്ളം വയ്ക്കത്തില്ല കേട്ടോ അവർ. നമ്മൾ വെള്ളം, അതായത് വെള്ളം വയ്ക്കത്തില്ലെന്നാൽ വെള്ളം പെയ്ഡാണ്, ചാർജബിളാണ് വെള്ളം. നമുക്ക് $2 എങ്ങാണ്ട് കൊടുക്കുമ്പോഴാണ് ഒരു ബോട്ടിൽ കിട്ടുന്നത്. അപ്പം ഞങ്ങൾ കുറച്ച് അവിടെ നിന്ന് ഇത് കണ്ടോ, $2.49 ഒരു ബോട്ടിൽ വെള്ളത്തിന്. അങ്ങനെ വെള്ളം നമ്മൾ വാങ്ങിക്കാനായിട്ട് വെള്ളം വാങ്ങിക്കണമായിരുന്നു, മോയ്സ്ചറൈസർ വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ അവിടെ ഒരു ഷോപ്പിൽ കയറിയതാണ് കേട്ടോ. ഹോട്ടലിലോട്ട് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ മോയ്സ്ചറൈസർ എടുക്കാൻ മറന്നായിരുന്നേ. അപ്പം മോയ്സ്ചറൈസർ, ടിഷ്യൂ, എന്തോ സാധനങ്ങൾ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് അതൊക്കെ വാങ്ങിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഇത് കണ്ടത് ഞങ്ങൾ സെഫോറയിൽ കയറിയതാണ് കേട്ടോ. എടുത്ത് നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേനും അവർ പറഞ്ഞു ഇനി 4 മിനിറ്റേ ഉള്ളൂ. 4 മിനിറ്റ് ഞങ്ങൾ സാധനങ്ങൾ എടുത്ത് നോക്കിയപ്പം അവിടെ ഭയങ്കര ലോങ് ലൈനുണ്ട്. നമ്മുടെ അത് ഇവിടെ ഇതല്ല, എന്താ പറയുന്നത്, സെൽഫ് ചെക്കൗട്ട് ഇല്ല അവിടെ. അവർ കൗണ്ടറിൻ്റെ മുമ്പിൽ നല്ല ഒരു ലൈൻ. പിന്നെ നമ്മളൊന്നും വാങ്ങിച്ചില്ല, ജസ്റ്റ് ഇങ്ങനെ കണ്ടിട്ട് അതെനിക്കൊരു ഭയങ്കര ഇതായിപ്പോട്ടെ. എനിക്ക് ലിപ്സ്റ്റിക്ക് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, അത് നടന്നില്ല. പിറ്റേ ദിവസം ചെയ്യാമെന്ന് വെച്ച് തന്നിരുന്നു, പക്ഷേ പിറ്റേ ദിവസം നടന്നില്ല കേട്ടോ, വാങ്ങിക്കാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ ഇത് ഞങ്ങൾ പിന്നെ ടൈം സ്ക്വയർ എക്സ്പ്ലോർ ചെയ്യാൻ പോയപ്പോൾ ഞാൻ ചെറുതേ H&Mൻ്റെ ഷോറൂമും നമ്മളത് വോക്കിൻ്റെ കുറച്ചിങ്ങനെ എടുക്കാമല്ലോ എന്ന് ചോദിച്ചാൽ നമ്മൾക്കൊരു മെമ്മറി ആയിട്ട് ഇങ്ങനെ ഇരിക്കുമല്ലോ. അപ്പോൾ എനിക്കങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ന്യൂയോർക്ക് സിറ്റി. നല്ല അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഡേ കുറേയൊക്കെ നടന്നു, കുറേ സാധനങ്ങൾ കാണാമെന്നതിൻ്റെ മാക്സിമം കണ്ടു. നമ്മളെടുത്ത ഹോട്ടലും നല്ലതായിരുന്നു, നല്ല സ്റ്റേ ആയിരുന്നു, നല്ല ഫുഡായിരുന്നു. അങ്ങനെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് 2-3 ദിവസം അടിപൊളിയായിട്ടിരുന്നു. ഫസ്റ്റ് ഡേ ആണ്. ഇനി ഞാനിൻ്റെ സെക്കൻഡ്, അതായത് ഓരോ ദിവസത്തെ കുറച്ചായിട്ട് വ്ളോഗ് ഇടാം. ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, ഷെയർ ചെയ്യുകയും ചെയ്യണം. താങ്ക് യു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ലക്ഷ്മി.